പ്രണാമം. എല്ലാവർക്കും നമസ്തേ. പുതിയൊരു ദിനത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാമായണവും രാമായണത്തിലെ കഥാപാത്രങ്ങളും അതോടൊപ്പം അതിലെ സന്ദർഭങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, കർമ്മകാണ്ഡത്തിൽ, അതേപോലെ ഒരു സാധകൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീകങ്ങളാണ് നൽകുന്നത്, അത് ജീവിതത്തിലേക്ക് ആ സന്ദർഭങ്ങളെ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദശരഥൻ നടത്തുന്ന യാഗത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ദശരഥൻ നടത്തുന്ന ഒരു യാഗം നടത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി, ദശരഥൻ 10 ഇന്ദ്രിയങ്ങളിൽ വിജയം നേടിയവൻ എന്നുള്ള അർത്ഥമുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും നേടിയിട്ടുള്ള ദശരഥൻ എങ്കിലും ദുഃഖിതനാണ്. കാരണം ആത്മബോധമെന്ന ഒന്ന് ഇല്ല. അവിടെ ആത്മബോധത്തെ കാണിച്ചിരിക്കുന്നത് പുത്രന്മാരില്ല എന്നുള്ള ദുഃഖത്തെയാണ്. അപ്പോൾ ഇവിടെ ദശരഥൻ്റെ യാഗത്തെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സുന്ദരികളും സുശീലകളുമായ 3 ഭാര്യമാർ ദശരഥനുണ്ട്. എന്തെങ്കിലും കുട്ടികളില്ല എന്നുള്ളത് ദശരഥനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിൻ്റെ കാരണമാണ്. ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് പുത്രഭാഗ്യത്തിനായിട്ട് യാഗം ചെയ്യാൻ ദശരഥൻ തീരുമാനിക്കുകയാണ്. ഇത്തരം ഒരു യാഗത്തിനായി ദശരഥനെ ഉപദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠമുനിയാണ്. സൂര്യകുലത്തിൻ്റെ ഗുരുവാണ് വസിഷ്ഠൻ. വസിഷ്ഠമുനി ബ്രഹ്മാവിൻ്റെ പുത്രൻ കൂടിയാണ്. വസിഷ്ഠമുനിയുടെ ഭാര്യയാണ് അരുന്ധതി. സൂര്യവംശത്തിൻ്റെ പൈതൃക സമ്പത്തായ സാധനാ സംസ്കാരവും അതിൻ്റെ ഭാഗമായ നല്ല നിഷ്ഠകളുമാണ് വസിഷ്ഠനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അരുന്ധതി എന്നത് ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ആധ്യാത്മിക പരിശുദ്ധിയുടെ പ്രതീകം കൂടിയാണ്. ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ആധ്യാത്മിക പരിശുദ്ധി, അതിൻ്റെ പ്രതീകമാണ് അരുന്ധതി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ പൈതൃകം തൻ്റെ സാധനയിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. ആധ്യാത്മികതയുടെ ആനന്ദത്തിലൂടെ കുടുംബത്തിനെ വളർത്തിയെടുക്കുന്ന ഒരു അമ്മ ആ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കുട്ടികളെ നല്ല ചിട്ടയോടെ അടക്കത്തോടെ വളർത്തി വെളിച്ചത്തിൽ തന്നെ, സമൂഹത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ചിട്ടയും അടുക്കത്തോടെ വളർത്തുമ്പോൾ അമ്മയും അച്ഛനും അങ്ങനെ വളർത്തണം എന്നുകൂടി നമ്മുടെ ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നാം വളർന്നു വരുന്ന സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ആ സംസ്കാരം തന്നെയാണ്, നമ്മൾ ഏത് സംസ്കാരത്തിലാണോ വളർന്നത് ആ സംസ്കാരമാണ് നമ്മെ നമ്മുടെ കർമ്മകാണ്ഡത്തിലൂടെ നയിക്കുന്നത്. അതിൻ്റെ ഊടും പാവും നമ്മെ ആവോളം ജീവാന്ത്യത്തോളം മുന്നോട്ട് നടത്തും. നമ്മുടെ രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ സംസ്കാരമാണ് വസിഷ്ഠൻ. ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കുടുംബ ജീവിതത്തിൻ്റെ പരിശുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയായ അരുന്ധതി ദേവി. വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. അദ്ദേഹം സപ്തർഷികളിൽ അഗ്രഗണ്യനാണ്. സൂര്യവംശത്തിൻ്റെ കുലഗുരുവാണ്. തൻ്റെ ശിഷ്യനായ ശ്രീരാമന് വസിഷ്ഠൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പിന്നീട് യോഗാവാസിഷ്ഠൻ എന്ന മഹത്ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. പ്രപഞ്ചത്തിൻ്റെ അസത്യാവസ്ഥയും ബ്രഹ്മത്തിൻ്റെ സത്യാവസ്ഥയും സാധകന് വെളിവാക്കി കൊടുക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ് ഈ യോഗാവാസിഷ്ഠം. ശ്രീരാമൻ്റെ തളർന്നുപോയ മനസ്സിനെ വസിഷ്ഠൻ തൻ്റെ ഉപദേശങ്ങൾ കൊണ്ട് പുനരുദ്ധീകരിക്കുന്നുണ്ട്. വസിഷ്ഠനെ ഭാരതീയ കുടുംബ സംസ്കാരത്തിൻ്റെ സത്നിഷ്ഠകളുടെ പ്രതീകമായി കാണുമ്പോൾ നമ്മുടെ ആധ്യാത്മിക വ്യക്തിത്വമായ രാമനെ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിച്ചു നിർത്തുന്നതിൽ നമ്മുടെ സംസ്കാര സമ്പന്നതയ്ക്ക് എത്ര കണ്ട് പ്രാധാന്യം ഉണ്ടെന്ന്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ വിശേഷമായ നിഷ്ഠകളാണ് നമ്മുടെ സംസ്കാരം നമുക്കുണ്ടാക്കി തരുന്നത്. അതാണ് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഭാരതം മരിച്ചാൽ ലോകത്തിൻ്റെ ആധ്യാത്മികത എന്നുള്ളത് ഇല്ലാതാകും, ശൂന്യമാകും, മരിച്ചു എന്ന് പറയാം. ആ നിഷ്ഠകൾ നമ്മെ പഠിപ്പിക്കുന്ന ആളാണ് വസിഷ്ഠൻ. ഒരു സാധന അല്ലെങ്കിൽ കർമ്മകാണ്ഡം അല്ലെങ്കിൽ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തളരുമ്പോൾ, വ്യക്തി തളരുമ്പോൾ ആ നിഷ്ഠകളാണ് നമ്മൾ പഠിച്ചതും മൂടുംഭാവുമായി നമ്മൾ നെയ്തെടുത്ത ആ നിഷ്ഠകളാണ് നമുക്ക് വീണ്ടും ഉത്തേജനം തരുന്നത്. സാധനയിൽ നാം താഴോട്ട് പോകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കർമ്മത്തിൽ, കർമ്മയോഗിയുടെ കർമ്മനിഷ്ഠയിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ആ സമയം കഠിനമായ വ്രതങ്ങളെടുത്ത് സാധനയുടെ ഗൗരവം നാം കൂട്ടണം. നിഷ്ഠകൾ ഒരു കായിക താരത്തിന് വാമ എക്സസൈസൊക്കെ വാമപ്പ് ചെയ്യും ഇല്ലേ? ഞാൻ പട്ടാളത്തിലുള്ള സമയത്ത് എൻ്റെ ഉസ്താദ്, നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സിനെ അവിടെ ഹിന്ദിയിൽ വിളിക്കുന്ന പേരാണ് ഉസ്താദുമാർ. ഉസ്താദ് പറയും, അരെ ബേട്ടാ तुम्हें क्रॉस कंट्री में 5 किलोमीटर दौड़ना है ना, तुम तो कम से कम 10 किलोमीटर का प्रैक्टिस करना चाहिए. അനിഷ്ട നമ്മുടെ വ്യായാമം, നമ്മൾ എന്തിനാണോ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ 100 ഇരട്ടി നമ്മൾ വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ അധ്വാനിക്കുന്നു എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് അതുപോലുള്ള കായിക താരത്തിന് വാമപ്പ് എക്സസൈസൊക്കെ അയാളുടെ എന്താണ്? അയാളുടെ നിഷ്ഠകളാണ്. ഒരു കളരി അഭ്യാസിക്ക് അയാൾക്ക് ചുവടുകൾ, പിഴയ്ക്കാത്ത ചുവടുകൾ. ഒരു സംഗീതജ്ഞന് അയാൾ ചെയ്യുന്ന രാവിലെ നമ്മൾ പറയില്ലേ സാധകം ചെയ്യാത്തത് സാധന, ആ സാധനയിൽ നിന്നാണ് സാധകം ഉണ്ടാകുന്നത്. നിഷ്ഠയാണ്. അയാൾ രാവിലെ എണീക്കുന്നു, അയാളുടെ ദിനചര്യകൾക്ക് ശേഷം അയാൾ ചെയ്യുന്ന സാധന തന്നെയാണ് അയാളുടെ നാവിലൂടെ അല്ലെങ്കിൽ വാണിയിലൂടെ, വാക്കുകളിലൂടെ സംഗീതമായി പുറത്തേക്ക് വരുമ്പോൾ ശ്രവിക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത്, സ്വരം നന്നാവുന്നത്. ആ സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാധന വളരെ വിലപ്പെട്ടതാണ്. നിരന്തരം പരിശീലിക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ പ്രാഗൽഭ്യം അവർക്ക് വളർത്തിയെടുക്കാനും നിലനിർത്താനും കഴിയുന്നത്. വസിഷ്ഠൻ്റെ ഭാര്യയായ അരുന്ധതി പാതിവ്രത്യത്തിൻ്റെ സ്ത്രൈണ വിശുദ്ധി തികഞ്ഞ പ്രതീകമാണ്. വധു വിവാഹം കഴിഞ്ഞ് വരൻ്റെ ഗൃഹത്തിലെത്തുന്ന അന്ന് സന്ധ്യാനേരത്തെ വരനും വധുവും ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന അരുന്ധതി നക്ഷത്രം വണത്തി നിൽക്കുന്ന ഒരു കാര്യം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പണ്ട് കേരളത്തിലുണ്ടായിരുന്നത്രേ. ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ആ സമയത്ത് വല്ല റിസപ്ഷനാവും കല്യാണത്തിന്. ഉച്ചയ്ക്കിപ്പോൾ 90% വെജിറ്റേറിയൻ ആണ്. ആ ഒരു ദിവസമെങ്കിലും, വിവാഹത്തിൻ്റെ ദിവസമെങ്കിലും മറ്റ് ഭക്ഷണകാര്യങ്ങൾ ഒഴിവാക്കാതെ പച്ചക്കറി മാത്രം ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ വരില്ല, കഴിക്കില്ല. റിസപ്ഷൻ അന്നേ വേണം, സമയമില്ല ആർക്കും. അത് കാരണം ഇന്ന് ഈ അരുന്ധതി നക്ഷത്രത്തെ കാണുക എന്നുള്ള ചടങ്ങൊന്നും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ടായിട്ട് അവരുടെ കൂടെ നിന്നപ്പോൾ രാത്രി അവനെയും ഭാര്യയും പുറത്ത് മട്ടുപ്പാവലിക്ക് കൊണ്ടുപോയിട്ട് വിളക്കൊക്കെ കത്തിച്ചെടുത്ത് അവരെ കണ്ണടച്ച് നിർത്തി അരുന്ധതി നക്ഷത്രത്തിൻ്റെ അവിടേക്ക് ദൃഷ്ടി പതിക്കുന്ന വിധത്തിൽ അവർ നിർത്തി അത് കാണിക്കുന്ന രംഗം കണ്ടപ്പോൾ ഇതെന്ത് ചടങ്ങാണെന്നൊന്ന് ഞാൻ ആലോചിച്ച് പോയിരുന്നു. പിന്നെ അവിടെ ചോദിച്ചപ്പോഴാണ് ആ കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് റിട്ടയറായി വന്നതിന് ശേഷം ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു അത്ര അങ്ങനെയൊക്കെ. ഇപ്പോൾ 1-2 സമുദായങ്ങളിലുണ്ട് തോന്നുന്നു, ബാക്കിയില്ലെന്നും ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായമില്ല. അവിടെ അരുന്ധതി നക്ഷത്രത്തിൻ്റെ പാതിവ്രത്യത്തെ തൻ്റെ പത്നിയിലും തൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയിലും ഉണ്ടാകട്ടെ എന്ന കുടുംബാംഗങ്ങളും ആ കുട്ടിയെ മരണം ചെയ്ത ഭർത്താവും ആഗ്രഹിക്കുന്നു.
ആ നിമിഷമായിരുന്നു അതില്ലാതായിപ്പോയി. ഓട്ടെ, പല നന്മകളും നഷ്ടപ്പെട്ടു പോയതിൻ്റെ കൂട്ടത്തിൽ അതും നമുക്ക് നഷ്ടമായിപ്പോയി. കുടുംബവിശുദ്ധിയുടെ ദേവിയായ അരുന്ധതിയെ ഇന്നും വടക്കേ ഇന്ത്യയിൽ ആരാധിക്കുന്നുണ്ട്. അവിടെ ഇപ്പോഴുണ്ട് പല കാര്യങ്ങളും, നമ്മൾ ഇന്നും ചെയ്യാത്ത പല കാര്യങ്ങളും ഉത്തരേന്ത്യയിൽ വൃത്തിയായി നടക്കുന്നു. ദശരഥൻ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം ഋഷ്യശൃംഗൻ എന്ന മഹർഷിയെ ക്ഷണിക്കുന്നു. നമുക്കൊക്കെ അറിയാം ഋഷ്യശൃംഗൻ, വൈശാലി എന്നുള്ള സിനിമ കണ്ടവർക്കൊക്കെ അറിയാം ഋഷ്യശൃംഗ. ഇപ്പോൾ ഏതൊരു ടി വി ചാനൽ വെച്ച് കഴിഞ്ഞാലും ഒരു 10, പ്രത്യേകിച്ച് കോമഡി പ്രോഗ്രാമിൽ 10 കോമഡി സ്കിറ്റുകൾ കഴിഞ്ഞാൽ അതിലൊന്ന് വൈശാലിയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു സ്കിറ്റായിരിക്കും, സിനിമാ സ്പൂഫുകൾ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ആ പേരറിയാം, ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗനെ ആണ് ഇവിടേക്ക് വിളിക്കുന്നത് പുത്രകാമേഷ്ടി യാഗത്തിന്. ഋഷികളിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലെത്തിയ ഋഷിയാണ് ഋഷ്യശൃംഗൻ. ആർഷഭാരതത്തിലെ മഹർഷിമാർ അവരുടെ കഠിനമായ ധ്യാനത്തിലൂടെ ഭാരതീയർക്ക് പകർന്നു നൽകിയ വൈജ്ഞാനിക സമ്പത്തിൻ്റെ പ്രതീകമാണ് ഋഷ്യശൃംഗൻ. വേദങ്ങളുടെ ആരൂപം എന്ന് വേണമെങ്കിൽ പറയാം. അറിവ് മാത്രം മതി എനിക്കെന്ന് പറഞ്ഞ് സർവ ലൗകിക ഭാണ്ഡങ്ങളും വലിച്ചെറിഞ്ഞ് തപസ്സിനായിപ്പോയ വിഭാണ്ഡക മുനിയുടെ മകനാണ്. എനിക്ക് ജ്ഞാനം മാത്രം മതി, വേറൊന്നും വേണ്ട. മറ്റ് സാധാരണ എന്താ ചെയ്യുക, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ വിഭാണ്ഡകൻ പറഞ്ഞത് എന്തായിരുന്നു? ഋഷ്യശൃംഗൻ്റെ പിതാവായ വിഭാണ്ഡകൻ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ജ്ഞാനം മാത്രം മതി എന്നാണ്. ആ ജ്ഞാനം മാത്രം ഇച്ഛാശക്തി വെച്ചുകൊണ്ട് ഇരുന്ന മുനിയുടെ മകനായി പിറന്ന ആളാണ് ഋഷ്യശൃംഗൻ. ആധ്യാത്മിക ജ്ഞാനം എന്ന പുത്രനുണ്ടാവാൻ വേദശാസ്ത്രങ്ങൾ കടഞ്ഞെടുത്ത സാധനയെന്ന പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിക്കണം. അതാണ് ഇവിടെ ദശരഥൻ ചെയ്യുന്നത്. ആധ്യാത്മിക ജ്ഞാനമെന്ന പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേദശാസ്ത്രങ്ങൾ കടഞ്ഞെടുത്ത സാധന, ആ പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിക്കണം. ആ യാഗമാണ് ദശരഥൻ ഇവിടെ നടത്തുന്നത്. ഇതാണ് ദശരഥൻ്റെ യാഗത്തെ പറ്റിയിട്ട്, എന്തുകൊണ്ട് ദശരഥൻ ആ യാഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുത്രൻ എന്നുള്ളതല്ല, ആ പുത്രൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാറ്റിൻ്റെയും മൂർത്തസ്വരൂപമായ സർവജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ നേടാൻ വേണ്ടിയിട്ടാണ് അവിടെ ദശരഥൻ പുത്രകാമേഷ്ടി നടത്തുന്നത്. അപ്പം ഇനി എല്ലാവർക്കും ഉണ്ടാവും ഒരു സംശയം, എന്താ ഈ പുത്രകാമേഷ്ടി, അതിനെന്താ പ്രസക്തി? പുത്രകാമേഷ്ടി യാഗം, അയോധ്യ ശാന്തിയുടെ ഇരിപ്പിടം. അവിടെ ഋഷ്യശൃംഗൻ എത്തുന്നു, പുത്രകാമേഷ്ടി യാഗം തുടങ്ങി. യാഗം എന്നാൽ യജ്ഞം തന്നെയാണ്. യജ്ഞം എന്നാൽ ഈശ്വരോന്മുഖമായി ചെയ്യുന്നത് എന്ന് അർത്ഥം. ആധ്യാത്മിക ബോധത്തിനായി അല്ലെങ്കിൽ അറിവിനായി ചെയ്യുന്ന യജ്ഞമായതുകൊണ്ട് ഋഷ്യശൃംഗൻ്റെ യജ്ഞത്തിൻ്റെ നമുക്ക് എന്തു പറയാം? ആധ്യാത്മിക യജ്ഞം എന്ന് വിളിക്കാം. ഇവിടെ ജ്ഞാനമാണ് നേടുന്നത്. അഗ്നിദേവനെ ധ്യാനിച്ച് കൊണ്ടാണ് യജ്ഞം. ആധ്യാത്മിക സാധകന്റെ ഉള്ളിൽ അറിയാനുള്ള ആഗ്രഹം അഗ്നികുണ്ഡമായി കത്തി ജ്വലിക്കണം. ഒരു ലൗകിക വിഷയം നന്നായി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയം മനസ്സിലാക്കുവാൻ ഉള്ളിൽ ആധ്യാത്മികമായ ജ്ഞാനദാഹം ഉണ്ടാകണം. അപ്പോൾ ആധ്യാത്മിക വിഷയമാണെങ്കിലോ പറയേ വേണ്ട, അത് അത്രയും ജ്വലിച്ച് നിൽക്കണം. ഈ അഗ്നി ഉള്ളിൽ കത്തുമ്പോൾ അലസതയുടെയും മായയുടെയും സ്വാർത്ഥതയുടെ ഒക്കെ വിറകുകൾ, ചമതകൾ ഉള്ളിൽ കത്തിയെരിയും. അവിടെ ചമത എന്ന് പറയുന്നത് എന്താണ്? അലസത, മായ, അതേപോലെ സ്വാർത്ഥത, ഇതൊക്കെ അവിടെ കത്തിയെരിയണം. സാധകൻ സ്വയം പരിശുദ്ധീകരിക്കും. ഒരു വശത്ത് മായയിലേക്കും മറുവശത്ത് ഈശ്വരനിലേക്കും വലിക്കപ്പെടുന്ന മനസ്സ് ഒരു അരണി പോലെ പിടയണം. അരണി, കടഞ്ഞെടുക്കുന്ന അരണി, അത് എത്രത്തോളം ശക്തിയിൽ പിടയുന്നു അതിൽ നിന്ന് അഗ്നി ജ്വലിക്കുന്നു. ഒടുവിൽ ഒരു പ്രത്യേക നിമിഷം ആ അരണിയിൽ നിന്ന് തെറിച്ചു പൊന്തും വൈരാഗ്യത്തിൻ്റെ തീപ്പൊരി. ആ തീപ്പൊരി ആളിക്കത്തിച്ച് യാഗാഗ്നിയാക്കണം ഏതൊരു കർമ്മ യോഗിയും സാധകനും. അതാണ്
ഇവിടെ പുത്രകാമേഷ്ടി യാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പുത്രകാമേഷ്ടിയുടെ സമാപ്തിയിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ എന്താണ്? പായസം. ഒരു പായസമായിട്ടാണ് വരുന്നത്. ആ പായസത്തെ പറ്റി അടുത്ത ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം.